പ്രവർത്തിക്കുന്നു. അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്കത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്കിപ്പോൾ സമയക്കുറവുള്ളത് മാത്രമാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ സംഘത്തിന് ഒരുപാട് ബലിദാനികളുണ്ട്, ഒരുപാട് അംഗവൈകല്യം ബാധിച്ചവരുണ്ട്, ഇപ്പോഴും ജീവച്ഛവമായിട്ട് കിടക്കുന്ന നിരവധി പേരുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർ ചെയ്ത ത്യാഗം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ കഷ്ടപ്പെടുന്നതോ ബുദ്ധിമുട്ടുന്നതോ ഒന്നും തന്നെയല്ല. അതെനിക്ക് യാതൊരു വിഷമവുമില്ല. ഇന്ന് രാത്രിയിലത്തെ ഈ 9 മണിക്ക് ശേഷമുള്ള ട്രെയിനിൽ എനിക്ക് കാസർഗോഡേക്ക് പോകണം. അശ്വനിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് 2 ദിവസം അവിടെ ആയിരിക്കും. മാറാത്തതിന് മാറുന്നതിന് വേണ്ടിയിട്ട്, മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കാലത്തിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ശരിക്കും നിലനിൽക്കുന്നത് ടൂറിസത്തിലൂടെയാണ് എന്ന് എനിക്കറിയാം. നമ്മുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ ഭാരത സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. അതെല്ലാം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും നമ്മളുടെ പ്രിയപ്പെട്ട ജോബേട്ടനെ MLA ആക്കി നമ്മുടെ നിയമസഭയിലേക്ക് വിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.